നമ്മുടെ LSGD എക്സാമിന്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. ഏകദേശം നവംബർ ലാസ്റ്റോടുകൂടി ആയിരിക്കും. ആരും വിഷമിക്കേണ്ട, നമുക്കൊരു ചാൻസ് ആണിത്. എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാം. LSGD നമുക്കറിയാം 90 ഡേയ്സ് മാസ്റ്റർ പ്ലാൻ ആണ്. അതിൽ 60 ഡേയ്സ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ തന്നിട്ടുള്ള ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും. ആ ഒരു 30 ഡേയ്സിൽ നമ്മൾ ഫുൾ സബ്ജക്ട്സ് നമ്മൾ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നു. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. അപ്പോ നമ്മുടെ LSGD എക്സാമിന്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. ഏകദേശം നവംബർ ലാസ്റ്റോടുകൂടി ആയിരിക്കും നമ്മുടെ LSGD, അതായത് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിന്റെ എക്സാം ഉണ്ടാവുക. അപ്പൊ ചില റീസൺസ് കൊണ്ട് കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ പറ്റാത്തവരും അതുപോലെ വേറെ ചില റീസൺസ് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമുക്കൊരു ചാൻസ് ആണിത്. അതായത് കേരള PSCയിൽ LSGD ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ എന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ആണ് ഈ വരുന്ന നവംബറിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ മാക്സിമം എഫേർട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ മാക്സിമം ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നോ, ചിലപ്പോൾ ഇത്തവണ കിട്ടില്ലായിരിക്കും, ചിലപ്പോൾ അടുത്ത തവണയായിരിക്കും. നമുക്ക് എന്തായാലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും ഒരു പോയിന്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 90 ഡേയ്സ് മാസ്റ്റർ പ്ലാനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് എങ്ങനെ ഈ ഒരു വരാൻ പോകുന്ന ആ ഒരു 3 months എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാം. LSGD നമുക്കറിയാം, അതിന്റെ സിലബസും കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഗ്രേഡ് 2ന്റെ അതേ സിലബസ് തന്നെയാണ് വരിക. അപ്പോ ആ ഒരു സിലബസിനെ എങ്ങനെ നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് അവർ 90 ഡേയ്സ് മാസ്റ്റർ പ്ലാൻ. അപ്പൊ നമുക്കറിയാം 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 3 months അടുത്ത് വരും അല്ലെ. അപ്പോ ഫസ്റ്റ് 2 months നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് 1 month മെഗാ മാരത്തോൺ ആയിരിക്കും. ഫുൾ എൻറ്റയർ സിലബസിന് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് ആ ലാസ്റ്റ് മന്ത്. നമുക്കറിയാം അല്ലെ, നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ എത്രത്തോളം കൺസെപ്റ്റ് പഠിച്ചാലും നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഏതൊരു പോയിന്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദ ലാസ്റ്റ് 1 month വിൽ ബി മെഗാ മാരത്തോൺ. എൻറ്റയർ സിലബസിന് ബ്രഷ് അപ്പ് ചെയ്യുന്ന ടൈമാണത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു 60 ഡേയ്സ് നമുക്ക് എങ്ങനെ സബ്ജക്ട്സിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ നമുക്കറിയാം നമ്മൾ 30th ആണ് നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സസ് തുടങ്ങുന്ന 30th ആണ്. അപ്പൊ ഓഗസ്റ്റ് 30 തൊട്ട് സെപ്റ്റംബർ 2 വരെ വി വിൽ ബി ഫോക്കസിങ് ഓൺ ഫാർമസ്യൂട്ടിക്സ്. അത് ഏകദേശം 4 ദിവസമായിരിക്കും ഫാർമസ്യൂട്ടിക്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതിനുശേഷം പിന്നെ വരുന്ന ഒരു 7 days, അതായത് നമ്മുടെ സെപ്റ്റംബർ 3 തൊട്ട് സെപ്റ്റംബർ 9 വരെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ 7 days ആണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി സബ്ജക്ട് ഫാർമക്കോഗ്നസി. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫാർമക്കോഗ്നസി. അത് 10th സെപ്റ്റംബർ തൊട്ട് 16, ഏകദേശം അതിന് നമ്മളൊരു 7 ദിവസം നമ്മൾ വെക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഷോർട്ട് ആക്കിയിട്ട് DSBM നമ്മൾ പറയും. സെപ്റ്റംബർ 17 തൊട്ട് സെപ്റ്റംബർ 21, അതിനൊരു 5 ദിവസമാണ് നമ്മൾ വെക്കുന്നുള്ളൂ. പിന്നെ ഫാർമസ്യൂട്ടിക്സ് 2, അതായത് ഏകദേശം സെപ്റ്റംബർ 22 തൊട്ട് സെപ്റ്റംബർ 28 വരെ 7 ദിവസമായിരിക്കും നമ്മൾ ഫാർമസ്യൂട്ടിക്സ് 2ന്റെ ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ ക്ലിനിക്കൽ ഫാർമസിക്ക് നമ്മളൊരു 4 ദിവസം, അതായത് സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ 2, നല്ലൊരു ദിവസം അല്ലെ, ഗാന്ധി ജയന്തി, ഒക്ടോബർ 2 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിനിക്കൽ ഫാർമസി നമ്മൾ വെക്കുക. അടുത്തത് എന്താണ്, ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസി ഒരു 5 ദിവസം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ 3 തൊട്ട് ഒക്ടോബർ 7 വരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസി പഠിക്കുക. ദെൻ ദ മെയിൻ സബ്ജക്ട്സ് ഫാർമക്കോളജിയും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും. അത് നമ്മൾ ആ ഒരു ടച്ച് പോകണം, കാരണം നമ്മൾ സ്റ്റാർട്ടിങ് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ചിലപ്പോ പിന്നെ ലാസ്റ്റത്തേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മറന്നു പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫാർമക്കോളജിയും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ലാസ്റ്റ് ദിവസങ്ങളായിട്ടാണ് വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഒക്ടോബർ 8 തൊട്ട് 24 വരെയും. കെമിസ്ട്രി നമ്മളൊരു 11 ദിവസം വെക്കുന്നുണ്ട്. സോ ഇതായിരിക്കും നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ. 60 ഡേയ്സ് മാസ്റ്റർ പ്ലാൻ, 60 ഡേയ്സ് മാസ്റ്റർ പ്ലാൻ, 90 ഡേയ്സ് മാസ്റ്റർ പ്ലാൻ ആണ്. അതിൽ 60 ഡേയ്സ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ തന്നിട്ടുള്ള ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിന്നെ ലാസ്റ്റ് 1 month നമ്മുടെ മാരത്തോൺ മന്ത് ആണ്. അപ്പൊ നമ്മുടെ
ക്രാഷ് ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ്. അപ്പൊ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ മുന്നേ പറഞ്ഞ ആ ഒരു മെത്തേഡ്, ആ ഒരു സ്ട്രാറ്റജി പ്രകാരമായിരിക്കും നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുക. സാറ്റർഡേസ് ക്ലാസ് ഉണ്ടാവില്ല, സാറ്റർഡേസ് വീക്ക്ലി റിവിഷൻ ആയിരിക്കും. അതാത് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതാത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ നമ്മൾക്ക് കൊടുക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് വീക്ക്ലി റിവിഷൻ ഓൺ സൂം. സാറ്റർഡേസ് ഫുൾ റിവിഷൻ ആയിരിക്കും. ദെൻ ലൈവ് Q&A സെഷൻ. നമുക്കറിയാം ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്യണം അല്ലെ. സോ ഇറ്റ് വിൽ ബി ആൻ ഇന്ററാക്റ്റീവ് സെഷൻ, ലൈവ് Q&A സെഷൻ. ആൻഡ് ദ ലാസ്റ്റ് 30 days is a marathon month, final brushing up of all the entire syllabus. അപ്പൊ എജ്യൂസ് അക്കാഡമിയുടെ ക്രാഷ് ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഡെയിലി റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈവ് Q&A സെഷൻസ്, വീക്ക്ലി റിവിഷൻ ഓൺ സൂം, അതുപോലെ മാരത്തോൺ മന്ത് ആണ് ലാസ്റ്റ് 30 days. ഇനി ആ ലാസ്റ്റ് 30 days എന്തൊക്കെയാണ്? ഡെയിലി റാപ്പിഡ് റിവിഷൻ ക്ലാസ്. അപ്പോൾ ഒരു എൻറ്റിയർ സബ്ജക്ട് പെട്ടെന്ന് ഫുൾ ആയിട്ട് നമ്മൾ കവറപ്പ് ചെയ്യുന്ന, അതിന് മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് ഒക്കെ നമ്മൾ മാക്സിമം ആ ഒരു 30 days നമ്മൾ ഫുൾ സബ്ജക്ട്സ് നമ്മൾ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ 1000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡൽ ടെസ്റ്റ്. നമ്മൾ എക്സാമും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അല്ലെ. എക്സാമും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് സ്ട്രാറ്റജി സെഷൻസ് ഫോർ എക്സാം ഡേ. ആ എക്സാം ഡേ അടുക്കാറാകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ലാസ്റ്റ് മന്തിൽ കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഹൈ യീൽഡ് ടോപ്പിക്സ് ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ടിപ്സ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചില പോർഷൻസ് ഉണ്ടാവുമല്ലോ, നമുക്കറിയാം അല്ലെ. ഇപ്പൊ ടാബ്ലറ്റ്സ് ആണെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ടൈം, എക്സിപ്പിയൻസ്, ക്യാപ്സ്യൂൾസ്, അങ്ങനെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് കിടപ്പുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഏരിയാസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഹൈ യീൽഡിംഗ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതും കൂടി നമ്മൾ ആ ഒരു മന്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. സോ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ഇനി അധികം ദിവസമൊന്നുമില്ല, ലിമിറ്റഡ് ഡേയ്സ് ആർ ദെയർ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണ്, ആ ഒരു LSGDയുടെ ആ ഒരു ലിസ്റ്റ് ആണ് നമ്മുടെ മെയിൻ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു മെയിൻ കാര്യം. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സസ് നമ്മൾ 30th ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എനിവേ, അപ്പൊ ഇനി എക്സാം കിട്ടാത്ത ആൾക്കാരൊന്നും വിഷമിക്കേണ്ട. എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലോങ് ടേം ബാച്ചും റണ്ണിങ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. എനിവേ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.